സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്: മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, ആക്ച്വൽ റെൻ്റൽ വാല്യൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ 3 എണ്ണത്തിൽ ഏതാണോ ഏറ്റവും വലിയ എമൗണ്ട് ആ എമൗണ്ട് ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരിക. അപ്പോൾ ഇതിൽ 30, 36, 32, ഇവിടെ 36 വരും. 20, 24, 28 28 വരും. 35, 32, 30 35. ഇതാണ് ഇതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതികളാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എല്ലാ റെൻ്റൽ വാല്യൂസും തന്നിട്ടുണ്ട്: മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ, ആക്ച്വൽ റെൻ്റൽ വാല്യൂ. അപ്പോൾ ഇത് ഓർഡറിലാണ് തന്നിരിക്കുന്നതും. ഇനി അഥവാ ഇത് ഡിസോർഡറിൽ തരികയാണെങ്കിൽ ഈ ഓർഡറിലേക്ക് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കുക. മുനിസിപ്പൽ വാല്യൂം ഫെയർ റെൻ്റൽ വാല്യൂം ഏറ്റവും കൂടുതൽ ഏതാണ് എടുക്കുക? 30, 36 ഏറ്റവും കൂടുതൽ 36. ദെൻ ആ റിസൾട്ടുമായിട്ട് സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. ഏറ്റവും കുറവ് ഏതാ എടുക്കുക? അപ്പോൾ 36, 30. അപ്പോൾ 30 ആണ് കുറവുള്ളത്, അല്ലേ? ദെൻ ആ റിസൾട്ടായിട്ട് ആക്ച്വൽ റെൻ്റിലേക്ക് പോവുക. ഏറ്റവും വലുതേതാണ് നോക്കുക. 30ഉം 40ഉം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 40. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. ദെൻ സെക്കൻഡ് കേസ് 26, 28 വലുത് 28. ദെൻ 28, 35 അതിൽ ചെറുതെടുക്കണം. അപ്പോൾ 28 തന്നെ എടുക്കും. ദെൻ ആ 28, 30 അതിൽ വലുതെടുക്കണം. അപ്പോൾ ഏതാണ്? 30. ആൻസർ 30. ദെൻ 35, 30 വലുത് 35. ആ 35ആയിട്ട് ഇങ്ങോട്ട് 36ൻ്റെ അടുത്തേക്ക് പോവുക. 35, 36 ഏറ്റവും ചെറുത് ഏതായിരിക്കണം? ദെൻ അഗെയിൻ 35 ചെറുത്. ദെൻ 35, 32 അതിൽ ഏറ്റവും വലുത് ഏതാണ്? 35. സോ ഇവിടുത്തെ ആൻസർ 35. ദെൻ 30, 36 36 എടുക്കുന്നു. 36, 40 ചെറുത് 36 എടുക്കുന്നു. ദെൻ 36, 32 വലുത് 36 എടുക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ 36,000. ഓക്കെ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും 4 തന്നിട്ടുണ്ട്. ഓർഡർ പ്രകാരം തന്നെയാണ് തന്നിരിക്കുന്നത്. എക്സ്ട്രാ വരുന്നത് മുനിസിപ്പൽ ടാക്സ് ആണ്. മുനിസിപ്പൽ ടാക്സ് 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ. ഇതാ ഇതിൻ്റെ 10% ആണ്. 2 കേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ പെയ്ഡ് ബൈ ഓണറും രണ്ടാമത്തെ കേസിൽ പെയ്ഡ് ബൈ ടെനൻറ്റുമാണ് തന്നിരിക്കുന്നത്. മുനിസിപ്പൽ ടാക്സ് ഓണർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ലെസ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ടെനൻറ്റ് അഥവാ വാടകക്കാരൻ കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ലെസ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് ലെക്ചറിൽ ഇതിൻ്റെ ഒരു ക്രമം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്പെസിമെൻ, ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഗ്രോസ് ആനുവൽ വാല്യൂന്ന് 2 ഡിഡക്ഷനാണുള്ളത്. ഒന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണറും മറ്റൊന്ന് അൺറിയലൈസ്ഡ് റെൻറ്റും. അതിൽ ഒന്ന് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്, മുനിസിപ്പൽ ടാക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അത് ഈ ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ വാല്യൂം ഫെയർ റെൻ്റൽ വാല്യൂം നമ്മൾ കമ്പയർ ചെയ്യുക. ഈ കേസ് എ എന്ന് എടുത്തു നമുക്ക്. അപ്പോൾ 1,00,000 1,20,000 ഏതാ കൂടുതൽ? 1,20,000 എടുക്കുന്നു. 1,20,000 90 കുറവ് 90 അല്ലേ? അപ്പോൾ ഈ 3 റെൻ്റൽ വാല്യൂസും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് അതിൻ്റെ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്നത്, ERV. അപ്പോൾ അതാണ് ഇവിടെ ആൻസറിൽ തന്നിരിക്കുന്നത്, എക്സ്പെക്റ്റഡ് റെൻറ്റ് 90. അപ്പോൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യനിൽ നേരിട്ട് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യില്ല, കാണേണ്ട ആവശ്യം വരുന്നില്ല. സോ ദെൻ ആക്ച്വൽ റെൻറ്റ് ഇവിടെ മുകളിൽ തന്നിട്ടുണ്ട് 1,32,000.
അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏതാണ്? 1,32,000. അതൊന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ. ഓണർ എത്രയാണ് പെയ്ഡ് ചെയ്തത്? 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ എന്നാണ് പറഞ്ഞത്. 1,00,000-ൻ്റെ 10% എന്ന് പറയുന്നത് 10,000. അതാണ് ഇവിടെ. സോ റിസൾട്ട് എന്ന് പറയുന്നത് 1,22,000. സെയിം രീതി തന്നെയാണ് എന്തിനുപയോഗിക്കുന്നത്? നമ്മൾ ബി എന്ന് പറയുന്ന കേസിനും ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ബി എന്ന കേസിൽ എന്താണ്? മുനിസിപ്പൽ ടാക്സ് ടെനൻ്റാണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ കേസ് ബിയിലേക്ക് പോകുമ്പോൾ എന്താണ്? 1,00,000-ഉം 1,20,000 തമ്മിൽ കമ്പയർ ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ 1,20,000. ആ 1,20,000-ഉം 1,40,000 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിൽ ഏറ്റവും ചെറുത് 1,20,000 തന്നെയാണ്. അതാണ് ഇവിടെ 1,20,000 എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. അതിൽ നിന്നും അതിനോടുകൂടി തന്നെ എന്തും കൂടി കമ്പയർ ചെയ്യുന്നുണ്ട്? ആക്ച്വൽ റെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കമ്പയർ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ? 1,20,000 തന്നെയാണ് കൂടുതൽ. ദെൻ മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, അത് പെയ്ഡ് ബൈ ടെനൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ റിസൾട്ട് 1,20,000 തന്നെയാണ് നമ്മളെ ആനുവൽ വാല്യൂ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് തുടങ്ങണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂയിലേക്ക് പോകാവുന്നതാണ്. കാരണം 4 റെൻ്റൽ വാല്യൂ അവിടെ ഓർഡറിൽ തന്നിട്ടുണ്ട്. അതൊന്ന് നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോസ് ആനുവൽ വാല്യൂയിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ. സോ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ കിട്ടുന്നതിനെ നെറ്റ് ആനുവൽ വാല്യൂ എന്നാണ് വിളിക്കുക കേട്ടോ. നെറ്റ് ആനുവൽ വാല്യൂ. ഓക്കെ. Then fourth question. Determine the annual value of the house in the following case. Expected rent തന്നിട്ടുണ്ട് 1,00,000. ഹൗസ് ലെറ്റ് ഔട്ട് 10,000 പെർ മന്ത്. പ്രതിമാസം 10,000 രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഹൗസ് ടാക്സ് പെയ്ഡ് ബൈ ഓണർ 9,000. അത് 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. എമൗണ്ട് തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എമൗണ്ട് പരിഗണിച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഇതാണ്. ഈ ഹൗസ് 1 മന്ത് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആനുവൽ വാല്യൂ? 3 മാസം വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആനുവൽ വാല്യൂ? അപ്പോൾ എന്താണ് വേക്കൻ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ? ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകക്കാരില്ലാതെ കിടക്കാനാണ്. സ്വാഭാവികമായിട്ടും വാടകക്കാരില്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് കിട്ടൂല? വാടക കിട്ടൂല. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് ഓഫ് വേക്കൻ്റ് ഹൗസ്, റെൻ്റ് ആഫ്റ്റർ വേക്കൻസി വിൽ ബി ഗ്രോസ് ആനുവൽ വാല്യൂ. അതൊരു റൂളാണ്. വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എപ്പോഴും ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിരിക്കും? റെൻ്റ് ആഫ്റ്റർ വേക്കൻസി. അപ്പോൾ ഇവിടെ 2 കേസ് വന്നിട്ടുണ്ട്. ഒന്ന് 1 മന്ത് വേക്കൻ്റ് ആകുകയാണെങ്കിൽ, 1 മാസം വേക്കൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 11 മാസം മാത്രമേ വാടക കിട്ടുന്നുള്ളൂ. 11 × 10,000 അല്ലേ? അതുപോലെ 3 മാസം വേക്കൻ്റ് ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 9 മാസത്തെ വാടക കിട്ടുന്നുള്ളൂ അല്ലേ? 9 × 10,000. ഓക്കെ. അപ്പോൾ എപ്പോഴും ഗ്രോസ് ആനുവൽ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേക്കൻ്റ് ഹൗസ് ആണെങ്കിൽ റെൻ്റ് ആഫ്റ്റർ വേക്കൻസി എത്രയാണോ അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് കണക്കിലേക്ക് പോവാം. ഒന്നാമത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലത്തെ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ട് 1,00,000. ആക്ച്വൽ റെൻ്റ് എത്ര വരിക? റെൻ്റ് ആഫ്റ്റർ വേക്കൻസി നമ്മൾ പറഞ്ഞു 10,000 × 11 അല്ലേ? 1,10,000. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? 1,10,000. അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. മുനിസിപ്പൽ ടാക്സ് ഉണ്ട് 9,000 ആണ്, അത് കുറച്ചാൽ 1,01,000. കേസ് ബിയിലേക്ക് പോകുമ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 1,00,000 ആണ്. ആക്ച്വൽ റെൻ്റ് നമ്മൾ പറഞ്ഞു 10,000 × 9, 3 മാസം വേക്കൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ 9 മാസത്തെ വാടക കിട്ടുള്ളൂ. അതുകൊണ്ട് ആക്ച്വൽ റെൻ്റ് തന്നെ റെൻ്റ് ആഫ്റ്റർ വേക്കൻസി എത്രയായിരിക്കും? 90,000. ഇതിലേറ്റവും കൂടുതലാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണ് എടുക്കേണ്ടത്? 1,00,000 എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എത്ര എടുത്തത്? ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് 90,000 എടുത്തത്. കാരണം എന്താണ്? ഡ്യൂ ടു വേക്കൻസി ഉള്ളതുകൊണ്ടാണ്. പിന്നെ സാധാ പോലെ മുനിസിപ്പൽ ടാക്സ് 9,000 കുറച്ചു, ദെൻ 81,000 ആൻസർ. ഓക്കെ. സോ റൂൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് വേക്കൻ്റ് ഹൗസ് റെൻ്റ് ആഫ്റ്റർ വേക്കൻസി വിൽ ബി ഗ്രോസ് ആനുവൽ വാല്യൂ. ചുരുക്കി പറഞ്ഞാൽ വേക്കൻ്റ് ഹൗസിൻ്റെ കണക്ക് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കാര്യങ്ങളെ
കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. നേരിട്ട് റെൻ്റ് ആഫ്റ്റർ വേക്കൻസി ആയിരിക്കും എന്തായിട്ട് എടുക്കുക, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. സോ അത് റൂളായിട്ട് എഴുതി വയ്ക്കുക.